അച്ഛോയ് നീ പോയില്ലേ? അച്ഛാ പോയി. അപ്പൊ പോകുന്ന വഴി ഉച്ചേച്ചി വിളിച്ച്. ഉച്ചേച്ചി വേറെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു നേരത്തെ വിളിച്ചത്. അപ്പൊ ആ കാര്യം റെഡിയായെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ തേരാപ്പാല നടന്നു കേട്ടാ. ആവശ്യത്തിൽ കൂടെ സ്വാതന്ത്ര്യം നിന്നിട്ടുണ്ടല്ലോ. തലയെടുത്തത് കയറി പറഞ്ഞ കേട്ടില്ലെങ്കിലേ തലയടിച്ച് തിരിച്ചു കളയും. തലയടിച്ച് തിരിച്ചു കളഞ്ഞു പറഞ്ഞ കേട്ടില്ലെങ്കിൽ എന്തുച്ചാ എന്ത് മാറ്റി? നീ എന്തിനാ അവനെ വില പറയണത്? മുടി വെട്ടാത്തതിന് ഇവൻ്റെ അടുത്ത് വില കുറഞ്ഞ വല്ലതും ശരിയാവോ? എടാ അവൻ പരിവായില്ലടാ, പറഞ്ഞാൽ കേക്കുവായി. ഇത്രയും വർഷം കാണിക്കാതെ നിർബന്ധം നീ ഇപ്പൊ കാണിച്ചാ വല്ലതും നടക്കുവാണാ? പിന്നെ ഞാൻ ചത്തിട്ടാ? ആര് പറഞ്ഞാൽ കേൾക്കൂലെന്ന് പറഞ്ഞാ? ഞാൻ മുടി വെട്ടി വീട്ടിലെല്ലാം പ്രശ്നം അങ്ങ് തീരുവോ? ഏകദേശം പ്രശ്നം തീരൂടാ ചിറ്റപ്പാ. അപ്പൂപ്പാ അതെ, വേറൊന്നുമല്ല. എനിക്ക് മനസ്സിൽ ഫ്യൂച്ചറിലോട്ട് 1, 2, 3 പ്ലാൻസ് നടത്താനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി വെട്ടു. ആദ്യം ഞാൻ ചാവണം. അടുത്ത പ്ലാൻ എന്താണ്? അച്ഛൻ ഈ വർത്താനമാണ് അച്ഛൻ നിർത്തേണ്ടത്. മക്കളെ, അവൻ അവൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറയാണ്. നീ അത് കേൾക്കണം മക്കളെ. കേട്ടിട്ട് ഇയാൾ എന്തരോ പറയണ്. എന്താ ഭാഗത്തിൽ അങ്ങ് പോകണം. ഞാൻ പറഞ്ഞില്ലേ ബാലു നിർത്തൂല. കുട്ടമ്പിള നമ്മളെ എടി നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമില്ലടി ഇവ മുടി വെട്ടി കാണണമെന്ന്. അത് പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവന്റെ ആഗ്രഹം നമ്മൾ നോക്കണ്ടേ. എടാ ഇത്രയും വർഷം പനങ്കലോലെ വളർത്തിട്ട് നിന്റെ ആഗ്രഹം തീർന്നില്ലടാ. എന്നഴിച്ച് വെക്കോടാ നിന്റെ ഈ കിരീടം. എന്തൊരു കഷ്ടമാണ്. കുറച്ച് നാളായിട്ട് അച്ഛന് ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും തുടങ്ങിയാ വലുതായി നോക്കൂല, അടിച്ച് ഉരുട്ടിക്കളഞ്ഞ. ഞാൻ വർത്താനം വിട്. ഇത് പഴയ കാലമൊന്നും അല്ല കേട്ടാ. തന്റെ തിരിച്ചുള്ള കാലമല്ലേ, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടേ മുടി ചേട്ടൻ അടുത്ത വർഷം ജൂണിനുള്ളിൽ മുടി വെട്ടിയിരിക്കും. എടാ ജൂണിൽ വെട്ടൂല, ആഗസ്റ്റ് സെപ്റ്റംബറിൽ വെട്ടൂല. അവന് പെണ്ണും കിട്ടൂല. ഇവ തെണ്ട് തിരിച്ച് പ്രാന്തനെ പോലെ കുത്തുവാലെടുത്ത് തലങ്ങി ഇരിഞ്ഞ് ഇങ്ങനെ നടക്കും. അല്ല ജൂണിൽ എന്ത് പ്രത്യേകത? അല്ല ജൂണിന് തന്നെ പ്രത്യേകത ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. അങ്ങ് പറഞ്ഞൊന്ന് നീ കാര്യം വെക്കണം. എനിക്ക് ഇഷ്ടമുള്ളപ്പോ മുടി വെട്ടിയാൽ മതി. പറ്റൂല. ഇത് കേട്ടല്ല പിള്ളേരെ പഠിക്കുന്നേ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വിലയില്ലാത്തത്. അച്ഛൻ പറയണ ഞാൻ ഇന്ന് തന്നെ മുടി വെട്ടണം എന്നാണ്. അയ്യോ നാളെ പറഞ്ഞാലും നീ നേരെ പറയുള്ളൂ. എടാ നീ നിന്റെ ഹെഡ് ഇതാണ്, നീ അങ്ങ് ഉറപ്പിച്ച്. അതാണ് നിന്റെ പ്രശ്നം. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഇല്ലേ? ഉണ്ടെണ്ണ ഞാൻ ഇവിടെ നാട് വിട്ട് പോകണം. എന്നിട്ട് മുടി വെട്ടിയതിന് ശേഷം തിരിച്ചു വരണമെന്ന് പറയണം. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ചു വരുള്ളൂ. എന്നാ മുടി വെട്ടും. അതിപ്പോൾ ഉടനെ ഉണ്ടാവും. കണ്ടാ മുടിയിട്ട് കുലുക്കി വെളിച്ചപ്പാടിനെ പോലെ പോയണ്ട. എന്തിനാ ബാലു എല്ലാരും മുമ്പ് വെച്ച് അവനിങ്ങനെ എപ്പോഴും വിഷമിപ്പിക്കണേ? അച്ഛാ ഈ കുഴിപ്പണത്തെ അമ്മ എന്താണ് അവിടെ വന്നിരിക്കണേ? ഇപ്പോഴേ ഇവിടെ മരത്തണല്ലേ ഇരുന്ന് നിന്നൊക്കെ ശീലിക്ക്. കുറച്ച് കഴിയുമ്പോഴേ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. ആ സമയത്ത് ഈ മരത്തണലെല്ലാം ഉപകരിക്കും നമുക്ക്. നീ എന്തൊരു വർത്താനോടെ പറയണത്? പിള്ളേരെ കാര്യത്തിലേ കൂടുതൽ കടുപ്പെടുത്തൊന്നും പിടിക്കല്ലേ. ആര് കടുപ്പെടുത്താൻ പിടിച്ച്? വർഷങ്ങൾ രാക്ഷസന്മാരെ പോലെ മുടി വളർത്തിക്കൊണ്ട് നടന്നിട്ട് ഞാൻ വെട്ടെന്ന് പറയുമ്പോൾ അവൻ കേൾക്കില്ലല്ലോ. അപ്പൊ അവനാ കടുപ്പെടുത്താൻ പിടിക്കണത്. താണ്ടവണ് 2 എണ്ണം. പറയാ തള്ളക്കളി ഉണ്ടല്ലേ. ഇവിടെ നിക്കണേ? അല്ല എല്ലാരും ഇവിടെ നിക്കണ എന്താന്ന്? എനിക്ക് അകത്തിരുന്ന ഭയങ്കര ചൂട്. അതുകൊണ്ട് ഇതിന് ഇവിടെ നല്ല കാറ്റുണ്ട്. നിങ്ങൾ കാറ്റുള്ള വന്നേണോ? അച്ഛാ വേറെ നല്ലൊരു ദിവസമായിട്ട് മൂടുകളല്ലേ തന്നെയാണേ. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്ത് പറഞ്ഞാലും അത് നിങ്ങളെ മൂട് പോകും. ചർച്ച ഇപ്പൊ പുറത്താക്കിയോ? ഇതിന് സൗകര്യം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അകത്തുനിന്ന് ഇവിടെ വന്നത്. അപ്പൊ എല്ലാം കൂടെ കൂടി കിടത്തോണ്ട് ഇങ്ങോട്ട് വന്നേക്കും. അണ്ണാ ഇനിയിപ്പം ചർച്ച ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവന് ഇഷ്ടമുള്ളപ്പോൾ അവൻ മുടി വെട്ടിട്ടെന്നേ. അതിൽ എന്തൊക്കെ ഭവിഷ്യത്തുണ്ട് അവൻ തന്നെ അനുഭവിക്കട്ടല്ല. അവന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഒരു അച്ഛൻ നിലയ്ക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? അച്ഛാ അത് കറക്റ്റ് കേട്ടാ. ചേട്ടൻ ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. നിൽക്കണ്ടേ പൊന്തക്കാട് പറ്റി ഇനി കാണാതെ പിടിക്കണില്ല. മക്കളെ മുടിയാ ഇടാ. ഇപ്പൊ അവന്റെ പേരേ മുടിയെന്നായി. ഞാൻ ഇവിടെ എന്നാ ഞമ്മളെ വിളിച്ച് പറയും. ചിലപ്പോ കൈയും വയ്ക്കും. പോണ പോക്ക് കണ്ടാ അറിയാലോ. എന്നെ ഒരു ലോഡ് കുറ്റം പറഞ്ഞിട്ടാണ് പോണത്. എടാ കുറ്റമൊന്നും പറഞ്ഞില്ല, മുടിയുടെ കാര്യം പറഞ്ഞിട്ട് പോയതാ. മക്കളെ ഞാൻ ഒരു കാര്യം പറയണ്ട. നിനക്ക് മുടി വളർത്തി കൊതി ചെയ്തെങ്കിൽ ഇതങ്ങ് വെട്ടിക്കളാ. എന്തിനു വെറുതെ വീട്ടുകാരെയും നാട്ടുകാരെയും വിട്ട് പറയിപ്പിക്കുന്നത്? എന്റെ പൊന്നു ശങ്കര, വീട്ടുകാരുടെ കാര്യം എനിക്ക് മനസ്സിലായി. നാട്ടുകാരെന്ത് പറയണ്? നാട്ടുകാരെന്താണ് പറയണെന്നെ? എൻ്റെ പൊന്നു മക്കളെ, അച്ഛൻ പറയണതിലും കാര്യമുണ്ട്. നമ്മുടെ സമൂഹമൊക്കെ വളർന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും പല കാര്യങ്ങളിലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് കറക്റ്റാണ് ചേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് ചേട്ടൻ ഒരു പെണ്ണ് കാണാൻ പോയെന്നിരിക്കട്ടെ. അവിടെ പോകുമ്പോൾ ചിലപ്പോൾ പെണ്ണിന് മുടി ഇഷ്ടപ്പെടും, അവിടുത്തെ കൊച്ചു പിള്ളേർക്കും മുടി ഇഷ്ടപ്പെടും. പക്ഷെ അവരുടെ വീട്ടുകാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള വീട്ടുകാരുടെ മകളെ എനിക്ക് കെട്ടിച്ചേരണ്ടാ. ചേട്ടൻ ഇങ്ങനെ പിടിവാശി പിടിച്ചു വന്നോ? ഞങ്ങൾക്കൊന്നും പറയാനില്ല. എടി ഇത് എന്റെ പിടിവാശിയല്ല, ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണ്. എന്റെ ആവശ്യമാണ് കേട്ടാ.
വെറുതെ ആരും നീ അതുവേണ്ടി ചർച്ച ചെയ്യണ്ടെന്നേ. ഈ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അവന് തോന്നുമ്പോൾ അവൻ മുടി വെട്ടും. എന്നിട്ട് നമുക്ക് പോലും ചെയ്യാൻ പറ്റുമോ? അതങ്ങ് വിട്, ഞാൻ എൻ്റെ പുറകെ കിടക്കാണ്ട്. കേശുവേ നീ വരുന്നുണ്ടെങ്കിൽ വാ, ഇഷ്ടം പോലെ ജോലി എടുക്കുന്നു, വെറുതെ സമയം കളയണ്ട്. വാടാ. എടാ സുരേന്ദ്ര, ഞാൻ മിക്കവാറും ഇന്ന് തന്നെ നാട്ടിൽ പോകും കേട്ടാ. ആരുന്നാട് പോകും. അത് തന്നെയാണ് ഞാനും ആലോചിക്കണം. ഞാനും വരാം. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിലങ്ങ് ബുക്ക് ചെയ്യാം. അത് മതി, വാ. ഇവിടെ നിന്നാ ശരിയാവും.